അടുത്തതായി സെൻട്രൽ ഡോഗ്മ. സെൻട്രൽ ഡോഗ്മ എന്ന് പറഞ്ഞത് ഒരു പ്രപ്പോസ് ചെയ്തത് ഫ്രാൻസിസ് ക്രിക്ക് 1958 1958 ഫ്രാൻസിസ് ക്രിക്ക് പ്രപ്പോസ് ചെയ്തതാണ് സെൻട്രൽ ഡോഗ്മ. എന്താണ് സെൻട്രൽ ഡോഗ്മ? സെൻട്രൽ ഡോഗ്മ എന്ന് പറഞ്ഞാൽ മോളിക്കുലർ ബയോളജിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇതാണ് സെൻട്രൽ ഡോഗ്മ. അത് പറയുന്നത് നമ്മുടെ ഇൻഫർമേഷൻ, ജനറ്റിക് ഇൻഫർമേഷൻ അല്ലെങ്കിൽ ജനറ്റിക് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ DNA, ഡബിൾ സ്റ്റാൻഡേർഡ് DNA ആണ് നമ്മുടെ ജനറ്റിക് ഇൻഫർമേഷൻ ഇരിക്കുന്നത്. ആ ജനറ്റിക് ഇൻഫർമേഷൻ യൂസ് ചെയ്തിട്ടുകൊണ്ടാണ് നമുക്ക് എന്തുണ്ടാവുന്നത്, ഒരു പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യണത്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്ത് ഇൻഫർമേഷൻ ആണോ DNAയിലുള്ളത്, ഓരോ പെർട്ടിക്കുലർ ക്യാരക്ടറിനും അല്ലെങ്കിൽ ട്രേറ്റിനുള്ള ഇൻഫർമേഷനൊക്കെ നമ്മുടെ DNAയിൽ ഇൻ ദ ഫോം ഓഫ് ജീനുകൾ, പെർട്ടിക്കുലർ ജീനുകളിലായിട്ട് ഉണ്ടാവും. ആ ഇൻഫർമേഷൻ ഒരു പ്രോട്ടീനായിട്ട് മാറുന്നു. ആ പെർട്ടിക്കുലർ ജീന് എക്സ്പ്രസ് ചെയ്യാന്ന് പറഞ്ഞാൽ ആ പെർട്ടിക്കുലർ പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യാന്നർത്ഥം. സോ പ്രോട്ടീൻ ഉണ്ടാക്കിയിരിക്കുന്ന പ്രോട്ടീൻസ് ആർ മെയ്ഡപ്പ് ഓഫ് അമിനോ ആസിഡ്സ് ആണ്. DNA ആൻഡ് RNA മെയ്ഡപ്പ് ഓഫ് ന്യൂക്ലിയോടൈഡ്സ് ആണ്. സോ ഡബിൾ സ്റ്റാൻഡേർഡ് DNA, നമ്മുടെ ജനറ്റിക് മെറ്റീരിയലിലുള്ള ഇൻഫർമേഷൻ, ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദ സിന്തസിസ് ഓഫ് പോളിപെപ്റ്റൈഡ് ചെയിൻസ് ഓഫ് പ്രോട്ടീൻ. പ്രോട്ടീൻസ് എന്തുകൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത്? അമിനോ ആസിഡ്. സോ ഈ ഇൻഫർമേഷൻ DNAയിലുള്ള ആ ജനറ്റിക് മെറ്റീരിയലിലുള്ള ആ പെർട്ടിക്കുലർ ട്രേറ്റ് അല്ലെങ്കിൽ ക്യാരക്ടറിനുള്ള ഇൻഫർമേഷൻ മുഴുവൻ ഒരു പെർട്ടിക്കുലർ പോളിപെപ്റ്റൈഡ് ചെയിൻസ് ഓഫ് പ്രോട്ടീൻസ് ആയിട്ട് മാറുന്നു. സോ ഈ പറഞ്ഞ പോളിപെപ്റ്റൈഡ് എന്ന് പറഞ്ഞാൽ അമിനോ ആസിഡുകൾ കമ്പൈൻ ചെയ്ത് പെപ്റ്റൈഡ് ബോണ്ട് വെച്ച് കമ്പൈൻ ചെയ്തതാണ് പോളിപെപ്റ്റൈഡ് എന്ന് പറഞ്ഞാൽ. സോ പ്രോട്ടീൻസിൻ്റെ പോളിപെപ്റ്റൈഡ് ചെയിനാണ് സിന്തസൈസ് ചെയ്യുന്നത്. ഈ ഇൻഫർമേഷൻ വെച്ചിട്ട് പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യുന്നു. അതെങ്ങനെയാണ് പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യുന്നത്? ആ DNAയിലെ ഇൻഫർമേഷൻ ആദ്യം സിംഗിൾ സ്ട്രാൻഡഡ് RNA ആയിട്ട് മാറുന്നു. ആ RNAയുടെ പേരാണ് മെസ്സഞ്ചർ RNA. സോ എന്ത് ഇൻഫർമേഷൻ ആണോ DNAയിലുള്ള ആ ഇൻഫർമേഷൻ ട്രാൻസ്ക്രൈബ് ചെയ്ത് മെസ്സഞ്ചർ RNA. സോ മെസ്സഞ്ചർ RNAയിലൂടെയാണ് ഈ DNAയിലുള്ള ഇൻഫർമേഷൻ പ്രോട്ടീൻ സിന്തസിസിക്ക് വേണ്ടിയിട്ട് മാറ്റപ്പെടുന്നത്. സോ ഇൻഫർമേഷൻ പ്രസൻറ്റ് ചെയ്യുന്ന DNA എന്തായിട്ട് മാറുന്നു? മെസ്സഞ്ചർ RNA ആയിട്ട് മാറുന്നു. ആ മെസ്സഞ്ചർ RNA എന്ത് ചെയ്യണോ, ആ മെസ്സേജുകൾ, എന്ത് മെസ്സേജാണോ ഇൻഫർമേഷൻ ആണോ DNAയിൽ നിന്ന് കിട്ടിയത്, ആ ഇൻഫർമേഷനെ മെസ്സഞ്ചർ RNA എന്തായിട്ട് മെസ്സേജുകളായിട്ട് റൈബോസോമിന് കൊടുക്കുന്നു. റൈബോസോം എന്താണ്? പ്രോട്ടീൻ ഫാക്ടറി എന്നാണ് റൈബോസോമിന് പറയുന്നത്. സോ ആ ഇൻഫർമേഷൻ മെസ്സേജസ് ടു റൈബോസോം, എന്നിട്ട് എന്തുണ്ടാവുന്നു? പ്രോട്ടീൻസ് സിന്തസൈസ് ചെയ്യുന്നു. അതാണ് നമ്മൾ പറയുന്ന DNAയിലെ ഇൻഫർമേഷൻ യൂസ്ഡ് ഫോർ ദ സിന്തസിസ് ഓഫ് പോളിപെപ്റ്റൈഡ് ചെയിൻസ് ഓഫ് പ്രോട്ടീൻ. സോ DNAയിലെ ഇൻഫർമേഷൻ പ്രോട്ടീൻ സിന്തസൈസിന് വേണ്ടിയിട്ട് മാറുന്നു. ആ ഒരു സ്റ്റെപ്പാണ് നമ്മൾ പറയുന്നത് സെൻട്രൽ ഡോഗ്മ. സോ DNA എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻഫർമേഷനുള്ള ഡബിൾ സ്റ്റാൻഡേർഡ് DNA ആദ്യം റെപ്ലിക്കേഷൻ, DNAയുടെ തന്നെ ഒരുപാട് കോപ്പീസ്, സിന്തസിസ് ഓഫ് DNA, മേക്കിംഗ് കോപ്പീസ് ഓഫ് ഇറ്റ്സ് ഓൺ DNA. അത് പാരൻ്റൽ സ്ട്രാൻഡിൽ നിന്ന് ഡോട്ടർ DNA സ്ട്രാൻഡുകൾ ഉണ്ടാകുന്നു. ആ DNAയുടെ തന്നെ കോപ്പി ഉണ്ടാവുന്ന പ്രോസസ്സിൻ്റെ പേരാണ് റെപ്ലിക്കേഷൻ. ആ കോപ്പി ഉണ്ടായിക്കഴിഞ്ഞാൽ ആ DNA എന്തായിട്ട് മാറുന്നു? DNA ഇൻഫർമേഷൻ മെസ്സഞ്ചർ RNA ആയിട്ട് മാറുന്നു. DNA ഇൻഫർമേഷൻ ട്രാൻസ്ക്രൈബ് ചെയ്ത് മെസ്സഞ്ചർ RNA ആയിട്ട് മാറുന്നു. സോ DNA മെസ്സഞ്ചർ RNA ആയിട്ട് മാറുന്ന ആ പ്രോസസ്സാണ് ട്രാൻസ്ക്രിപ്ഷൻ. അത് കഴിഞ്ഞാൽ ഈ മെസ്സഞ്ചർ RNAയിലെ മെസ്സേജുകളെല്ലാം, DNAയിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻസ് എല്ലാം മെസ്സഞ്ചർ RNA ആ മെസ്സേജുകൾ റൈബോസോമിൽ കൊടുത്ത് പ്രോട്ടീൻസ് ആയിട്ട് സിന്തസൈസ് ചെയ്യുന്നു. സോ ഈ മെസ്സഞ്ചർ RNAയും DNAയും എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? ന്യൂക്ലിയോടൈഡുകൾ വെച്ചിട്ടാണ്. എന്നാൽ പ്രോട്ടീൻ ഉണ്ടാക്കിയിരിക്കുന്നത് അമിനോ ആസിഡ് വെച്ചിട്ടാണ്. സോ ഈ മെസ്സഞ്ചർ RNAയിലുള്ള ആ ഇൻഫർമേഷൻ, DNAയിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻ, ന്യൂക്ലിയോടൈഡ് ഫോമിലുള്ള ഇൻഫർമേഷൻ ജനറ്റിക് കോഡിൻ്റെ സഹായത്തോടു കൂടി ട്രാൻസ്ലേറ്റ് ചെയ്ത് പ്രോട്ടീനായി മാറുന്നു. സോ മെസ്സഞ്ചർ RNA പ്രോട്ടീനായിട്ട് മാറുന്ന ആ സ്റ്റെപ്പാണ് ട്രാൻസ്ലേഷൻ. ഇങ്ങനെ ഈ ജനറ്റിക് ഇൻഫർമേഷനാണ് ഈ DNAയിൽ നിന്ന് എവിടെയായിട്ട് മാറിയത്? പ്രോട്ടീൻ വരെ പാസ് ചെയ്തത്. സോ ജനറ്റിക് ഇൻഫർമേഷൻ DNAയിൽ നിന്ന് പ്രോട്ടീൻ സിന്തസൈസ് ചെയ്തുകൊണ്ട് ആ ജനറ്റിക് ഇൻഫർമേഷൻ ജീൻ എക്സ്പ്രഷനായി മാറുന്നു. ഇതൊരു യൂണി ഡയറക്ഷണൽ ഫ്ലോ ഓഫ് ജനറ്റിക് ഇൻഫർമേഷനാണ്. ഈ ഒരു DNAയിൽ നിന്ന് RNAയിൽ നിന്ന് പ്രോട്ടീൻ, DNAയുടെ കോപ്പി ഉണ്ടാക്കുന്നതിന് റെപ്ലിക്കേഷൻ, DNA മെസ്സഞ്ചർ RNA ആയിട്ട് മാറുന്നത് ട്രാൻസ്ക്രിപ്ഷൻ, മെസ്സഞ്ചർ RNA പ്രോട്ടീനായിട്ട് മാറുന്നത് ട്രാൻസ്ലേഷൻ. ഇതൊരു യൂണി ഡയറക്ഷൻ, ഇങ്ങനെ തന്നെ മൂവ് ചെയ്യണം. DNAയിൽ നിന്ന് RNAയിലേക്ക് പ്രോട്ടീനായിട്ട് മാറും. ട്രാൻസ്ക്രിപ്ഷൻ, ട്രാൻസ്ലേഷൻ. ഈ യൂണി ഡയറക്ഷണൽ ഫ്ലോ ഓഫ് ജനറ്റിക് ഇൻഫർമേഷനെ വിളിക്കുന്ന പേരാണ് സെൻട്രൽ ഡോഗ്മ. സോ സെൻട്രൽ ഡോഗ്മ എന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് മോളിക്കുലർ ബയോളജിയിൽ നമ്മുടെ ബോഡിയിൽ സെല്ലുകളിലൊക്കെ നടക്കുന്നത്. അതാണ് സെൻട്രൽ ഡോഗ്മ. DNA കൺവേർട്ടഡ് ഇൻ ടു mRNA കൺവേർട്ടഡ് ഇൻ ടു പ്രോട്ടീൻ. അതിൻ്റെ ഇടയിലുള്ളത് DNA RNA ആയിട്ട് മാറുമ്പോൾ ട്രാൻസ്ക്രിപ്ഷൻ എന്നും RNA പ്രോട്ടീനായിട്ട് മാറുമ്പോൾ ട്രാൻസ്ലേഷൻ എന്ന് പറയും. ഇതൊരു യൂണി ഡയറക്ഷണൽ ഫ്ലോ ആണ്. ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് സെൻട്രൽ ഡോഗ്മ.